ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പിടിയും കോഴിക്കറിയാണ് ഉണ്ടാക്കിയത്. നമ്മളിങ്ങനെ കൊച്ചിക്കാർ ഇതൊന്നും ചെയ്യാറൊന്നുമില്ല. എനിക്കറിയില്ല ചെയ്യുന്നവരുണ്ടോയെന്ന്. എൻ്റെ കുഞ്ഞിലെന്നും ഞാൻ കഴിച്ചിട്ടില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ വീഡിയോസൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഒരു 2-3 വർഷം മുന്നേ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളിയായിരുന്നേ. അപ്പോൾ ഇന്നൊന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കറിക്കൊന്നും മേടിക്കേണ്ടി വന്നില്ല. വേഗം തന്നെ നമ്മൾ പൊടിയൊക്കെ എടുത്ത് പിടിയും കൂടെ ഉണ്ടാക്കിയെടുത്ത് ഞാൻ അരിപ്പൊടിയാണ് എടുത്തത്. അപ്പോൾ അരിപ്പൊടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ഒരല്പം ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിലേക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചെറിയ ജീരകവും കൂടെ കുത്തിച്ചതച്ചതാണ് എടുത്തത്. അപ്പോൾ ഈ തിളച്ച വെള്ളം ഞാൻ ആവശ്യത്തിന് ഇതിലേക്ക് പൊടിയിലേക്ക് ഇട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് പകുതി വെള്ളത്തോളം ഞാൻ മാറ്റി വെച്ച്. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞുണ്ടകൾ ഒരുപാട് ഉണ്ടാക്കിയെടുത്തായിരുന്നേ. ബാക്കിയുള്ള വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ബാക്കി ഉണ്ടായതാണ്, അതും കൂടെ ഇട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ എടുത്ത് അപ്പോൾ അതൊന്ന് വെട്ടിത്തിളക്കണ നേരം കൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. ആ തേങ്ങയിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് വെള്ളം ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൂട്ടിയെടുത്ത് എന്നിട്ട് നമ്മുടെ ഈ ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ ഇളക്കണ്ട, അതെല്ലാം പൊട്ടിപ്പൊടിഞ്ഞു പോകും. നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ചരുവത്തിൻ്റെ അടി ഒന്ന് ഇളക്കി കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അടിക്ക് പിടിക്കേ. ഒരു 10 മിനിറ്റോളം ഞാൻ നന്നായിട്ട് വേവിച്ച് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തേങ്ങയും പൊടിയും കൂടെ നമ്മൾ തിരുമ്മിക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് എന്നിട്ടൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ച് ഒരുപാട് കട്ടയും പോകരുത്, എന്നിത്തിരി ഗ്രേവിയും ഉണ്ടാവണം. ആ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തത്. നല്ല ചൂടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴേക്കും എൻ്റെ കയ്യിലോട്ടൊക്കെ വീണ് നന്നായിട്ട് കൈയൊക്കെ പൊള്ളിയിട്ടുണ്ട്. നമ്മളിതൊക്കെ കഴിക്കുമ്പോഴേക്കും എപ്പോഴും ചെറിയൊരു കട്ടൻ ചായയൊക്കെ ഇട്ട് കയറുന്നതായിരിക്കും കുറച്ച് നല്ലത്. ടേസ്റ്റ് കൂടും നമുക്ക് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോഴേക്കും. ഇത് ചൂടൊക്കെ ആറിയതിന് ശേഷം സാവകാശം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചൂടൊക്കെ ആറി നമ്മളിന്ന് ചിക്കൻ്റെ ഒരു കാലൊക്കെ ഇട്ടാണ് കയറിയത്. പിള്ളേർ എനിക്ക് വേണ്ടി മാത്രമായിട്ടൊരു കാലൊക്കെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് തന്ന്. അപ്പോൾ ഇന്നത്തെ പിടിയും കോഴിക്കറിയൊക്കെ അടിപൊളിയായിരുന്നു. ഇതുവരെ നമ്മുടെ കൊച്ചിയിൽ ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.